ഈ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ട്രാൻസ്ജെൻഡർ ബില്ലിനെ കുറിച്ച് സംസാരിക്കാനാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ എൻ്റെ ഓഡിയൻസ് ആയിട്ട് രണ്ടാൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത്. ഒന്ന് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികളെ, രണ്ട് എസ്പെഷ്യലി കേരളത്തിലുള്ളവർ, കാരണം അവർക്കെല്ലാം ഇപ്പം മലയാളം കേട്ടാൽ മനസ്സിലാവുള്ളൂ. പിന്നെ രണ്ടാമത് ഈ ബില്ലിനെ വളരെ ആദരവോടെ BJP ഗവൺമെന്റ് ചെയ്ത ഒരേ ഒരു നല്ല കാര്യം എന്ന് കൊട്ടിഘോഷിക്കുന്ന സിസ് ഹെറ്ററോ നോർമേറ്റീവ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ഈ ലോകത്ത് ആണും പെണ്ണും മാത്രമേ ഉള്ളൂ, അവർക്ക് ജെൻഡർ ആയിട്ട് പുരുഷനും സ്ത്രീയും മാത്രമേ ഉള്ളൂ, അവർ മാത്രം മതി ഈ ലോകത്ത്, മഴവിലൊക്കെ ആകാശത്ത് മതി, ചേനയാണ് ഭൂമിക്കടി മതി എന്നൊക്കെ പറയുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അപ്പം അവരാണ് എൻ്റെ ഓഡിയൻസ്, അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഡിയർ, നിങ്ങൾ ആദ്യം സിസ് ഹെറ്ററോ മനുഷ്യരോട് പറയാം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഒരാളും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇല്ലാതാകുന്നില്ല. അതായത് നമ്മുടെ ട്രാൻസ്ജെൻഡർ പുതിയ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത് 3 മനുഷ്യരാണ് ട്രാൻസ്ജെൻഡർ ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഒന്ന് കൾച്ചറൽ ഹെറിറ്റേജിന്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ഹിജഡ, ജോക്തി, അറവാണി എന്നുള്ള ഈ മനുഷ്യർ. അപ്പൊ ഇവരെ വെച്ചിട്ടാണ് നിങ്ങൾ കേരളത്തിലുള്ള പല കമ്മ്യൂണിറ്റീസിനെയും ഹരഹര മഹാദേവ് എന്നും അതും ഇതും ഇവർ ട്രെയിനിൽ കയറിയ ഭയങ്കര ശല്യമാണ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പറഞ്ഞത്. അതായത് അവർ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. സോ അവർ ഇനി ട്രെയിനിൽ തന്നെ കാണും. അപ്പം നിങ്ങൾക്ക് ആ ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നല്ലോ. അവരിനി ട്രെയിനിൽ തന്നെ കാണും, അവരിനി നിങ്ങളോട് കൈയടിച്ച് പൈസ മേടിക്കും, അവരവിടെ ഉണ്ട്. പിന്നെ രണ്ടാമതൊരു വിഭാഗം എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ഉള്ള ഇന്റർസെക്സ് മനുഷ്യനാണ്. അപ്പം ഇന്റർസെക്സ് മനുഷ്യർ എന്ന് പറയുമ്പം ജന്മന ജനിച്ച് ഇന്റർസെക്സ് ആയിട്ട് ജനിച്ച്, അതായത് സ്ത്രീയോ പുരുഷനോ അല്ലാതെ മിക്സഡ് ആയിട്ട് ജനിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇന്റർസെക്സ് മനുഷ്യർ. അപ്പൊ അത്തരത്തിലുള്ള മനുഷ്യരുണ്ട്. പക്ഷെ ഇതൊരു പൊട്ട സാധനമാണ്. അതായത് നിങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ഒരു ഇന്റർസെക്സ് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാം, നീ ഒന്നും വളർത്താൻ പോകുന്നില്ല അതിനെ. നീയൊക്കെ കൊന്നു കളയും. കാരണം അത്രയ്ക്ക് ദുഷ്ടന്മാരാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കൊച്ച് പെണ്ണാണെ കൊന്നു കളയുന്ന ആൾക്കാരാണ് സിസ് ഹെറ്ററോ മനുഷ്യർ. പെൺകൊച്ചാണ് ഉണ്ടായിരുന്നത്. എന്തിന് പെൺകൊച്ച്? ആൺകൊച്ച് ജനിച്ചാലും തള്ളയും തന്തയും കൂടെ ഏതൊരു അനാഥാലയത്തിൽ കൊണ്ടിടുവോ അല്ലെങ്കിൽ മണ്ണിലിട്ട് കുഴിച്ചു മൂടുവോ കടലിൽ എറിഞ്ഞ് കളയുകയോ ചെയ്യുന്ന ജാതിയായിട്ടുള്ള മനുഷ്യരാണ് നിങ്ങൾ സിസ് ഹെറ്ററോ. കട്ടുപെറുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കട്ടുപെറുന്നവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവുള്ളൂ, ഈ കള്ളവടി വെച്ച് നടക്കുന്ന സിസ് ഹെറ്ററോ മനുഷ്യരില്ലേ, അവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അത്തരത്തിൽ ജനിക്കുന്ന കുട്ടികളില്ലേ, ഇന്റർസെക്സ് ആയിട്ട് ജനിക്കുന്ന കുട്ടികൾ, അവർ വളർന്നു വരുമ്പോൾ അവർക്കായിട്ടുള്ള ഒരു ലോയാണ്. അപ്പൊ അവർ ജനന സമയത്ത് ക്രോമോസോം വേരിയേഷനോട് കൂടി ജനിക്കണം, അല്ലെങ്കിൽ ജനന സമയത്ത് അവർ ഈ പറഞ്ഞ 2 ലിംഗത്തോടെയോ അല്ലെങ്കിൽ വ്യത്യസ്തരമായിട്ടുള്ള ലിംഗത്തിലോട് ജനിക്കണം. ഇപ്പൊ ഇന്റർസെക്സ് ആയിട്ട് അവരുണ്ടായിരിക്കും. കുട്ടികളായിരിക്കുമ്പോഴുള്ള പ്രൊട്ടക്ഷനെ കുറിച്ചൊന്നും പറയുന്നില്ല, ജനിക്കുമ്പോഴുള്ള പ്രൊട്ടക്ഷനെ കുറിച്ചും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വളർന്നു വരുമ്പോഴുള്ള റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്റർസെക്സ് മനുഷ്യരും ഉണ്ട്. അപ്പൊ അവർക്ക് ആ പ്രൊട്ടക്ഷനും റൈറ്റും എല്ലാം ഈ ഒരു ഇതിനകത്ത് കിട്ടും. വളരെ നല്ല കാര്യം. പിന്നെ മൂന്നാമത് നിങ്ങൾ പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ട്രാൻസ്പേഴ്സൺസ് ഒക്കെ അതിനകത്ത് പോകുമെന്ന് പറയും. ഇവിടെ ആര് ഫേക്ക് എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? അതിനകത്ത് ഫോഴ്സ്ഫുള്ളി അല്ലാതെയോ ഏതെങ്കിലും രീതിയിൽ അവരുടെ ജനറ്റൽ ഓർഗൻ ആംപ്യൂട്ട് ചെയ്യപ്പെട്ട, മുറിച്ചു മാറ്റപ്പെട്ട, ഷണ്ഡീകരിക്കപ്പെട്ട, അതായത് നമ്മുടെ ബോളില് കൃഷ്ണസഞ്ചി അതിലെ ബോൾ എടുത്ത് കളഞ്ഞാലോ അല്ലെങ്കിൽ സർജറി ചെയ്താലും അല്ലെങ്കിൽ അവിടെ രൂപമാറ്റം വരുത്തിയാലും, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെമിക്കൽ മുഖേനയോ അതായത് ഹോർമോൺ മുഖേനയോ ശരീരത്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും അവരും ട്രാൻസ്ജെൻഡർ ആണ്. അതായത് നിങ്ങൾ ഈ കാണുന്ന കേരളത്തിൽ കാണുന്ന ഒട്ടുമിക്ക ട്രാൻസ്ജെൻഡേഴ്സും ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടോപ്പ് സർജറി ചെയ്തിട്ടുള്ള ട്രാൻസ്പേഴ്സൺസും ഡൗൺ സർജറി ചെയ്തിട്ടുള്ള ട്രാൻസ്പേഴ്സൺസും എല്ലാം ഇതിനകത്ത് തന്നെ ഉൾപ്പെടും. മനസ്സിലായോ? എല്ലാവരും ഇതിനകത്ത് ഉൾപ്പെടും. അപ്പം ഇതുവരെയായിട്ടുള്ള ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്, പിന്നെ ഇതിനകത്തുള്ളത് ജെൻഡർ ക്യൂർ ആൻഡ് നോൺ ബൈനറി മനുഷ്യരിനകത്ത് ഒഴിവാക്കി വിടും എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഈ ജെൻഡർ ക്യൂർ ആൻഡ് നോൺ ബൈനറി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അവരും ഹോർമോൺ എടുത്താൽ അവരും ട്രാൻസ്ജെൻഡർ ID കാർഡ് കിട്ടും. മനസ്സിലായി? അതിലൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇനിയുള്ളൊരു സിസ് ഹെറ്ററോയ്ക്കുള്ള ഒരു സന്തോഷ വാർത്ത. അതായത് ആരൊക്കെ ഇല്ലാതാകുമെന്ന് നിങ്ങൾ വിചാരിച്ചോ അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും. അവർക്ക് ട്രാൻസ്ജെൻഡർ ID കാർഡ് കിട്ടും. ഇതൊന്നും ആരെ ഇല്ലാതാക്കാനായിട്ടൊന്നും പോകുന്നില്ല. ട്രാൻസ്ജെൻഡർ എന്നുള്ള ഐഡന്റിറ്റി ഇല്ലാതാക്കാൻ പോകുന്നില്ല. അത് ലഭ്യമാകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ട്രാൻസ്ജെൻഡർ പീപ്പിൾസിനോട് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ സമരം ചെയ്തത്? എന്ത് കുന്തത്തിന് ഈ സമരം ചെയ്ത്? നിങ്ങൾക്ക് ID കാർഡൊക്കെ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ സമരം ചെയ്യുന്നത്? സിസ് ഹെറ്ററോ മനുഷ്യർക്ക് വിഷമമായല്ലേ? ജയിലിൽ പിടിച്ചിടുമെന്നായിരിക്കും വിചാരിച്ചത്. അല്ല, ഇതിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ പ്രശ്നവൽക്കരിക്കുന്ന ഒരു കാര്യം, ജനാധിപത്യപരമായിട്ടുള്ള
ഒരു ട്രാൻസ് മനുഷ്യനെന്നല്ല, ഏത് മനുഷ്യനും ഉള്ള ഒരു അവകാശമുണ്ട്, അയാളുടെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശം. അതായത് ചിലപ്പോൾ ചില സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് നമ്മൾ പറയത്തില്ലേ, ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു മുസ്ലിമാണ്, ഇതൊക്കെ ഐഡന്റിറ്റിയാണ്, റിലീജിയസ് ഐഡന്റിറ്റിയാണ്. അതുപോലെ നമ്മുടെ ഐഡന്റിറ്റി തുറന്നു പറയാനുള്ള അവകാശം, അതുപോലെ ഒരു ഐഡന്റിറ്റിയാണ് ജെൻഡർ. അപ്പൊ ആ ഐഡന്റിറ്റി ഡിക്ലറേഷനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അവകാശം അതൊരു മനുഷ്യന്റെയാണ്. ഇപ്പം ഞാൻ ഹിന്ദു ആണെന്ന് പറയേണ്ടത് ഞാനാണ്, ഞാൻ മുസ്ലിം ആണെന്ന് പറയേണ്ടത് ഞാനാണ്. അതിപ്പം ഒരാൾ പറഞ്ഞിട്ടല്ല തീരുമാനിക്കുന്നത്. നീ ഒരു പുരുഷനാണെന്ന് പറയേണ്ടത് നീയാണ്, നീ ഒരു സ്ത്രീ ആണെന്ന് പറയേണ്ടത് നീയാണ്. അതുപോലെ തന്നെ നീ ഒരു ട്രാൻസ് ആണെന്ന് പറയേണ്ടതും നീയാണ്. അപ്പൊ ആ ഒരു റൈറ്റ് ഇതിനകത്തൊന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മുമ്പ് സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് അതൊരു പ്രയർ ചാൻസ് ആയിട്ട് ഉപയോഗിച്ച് നമ്മൾ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ അത് സാക്ഷ്യപത്രം അടിച്ചിട്ട് അങ്ങനെയായിരുന്നു ചെയ്തു വരുന്നത്. അപ്പൊ അതിനുശേഷം ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡ് കിട്ടിയതിന് ശേഷമായിരുന്നു അന്നുള്ള ആളുകൾ സേവനം ഉപയോഗിച്ചിരുന്നത്. അതായത് പഠനം, സർജറി, വീട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ പറയുന്നതല്ല, 2014 കേരള ബില്ലിന് ശേഷവും അത് കഴിഞ്ഞ് 2019 ഈ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ട്രാൻസ്ജെൻഡർ ആക്ടിന് ശേഷവും ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. 1886 ബ്രിട്ടീഷുകാർ നിരോധിച്ച ഒരു നിയമമാണ് ഈ ട്രൈബൽ ആക്ട്. അപ്പൊ ഈ ട്രൈബൽ ആക്ടിനകത്തായിരുന്നു ഈ ട്രാൻസ്ജെൻഡർ ആൾക്കാരും ഉൾപ്പെട്ടിരുന്നത്. അപ്പൊ അതായത് ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് മാത്രമുള്ളൊരു കർശന നിയമമൊന്നും അല്ലായിരുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ദ്രൗപദി മുർമു ഇല്ലേ പ്രസിഡന്റ്, അവർക്ക് പോലും ഉള്ള റെസ്ട്രിക്ഷൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കേൾക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പൊ അവർക്ക് ബ്രിട്ടീഷേഴ്സിന് ഇവരൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ നമ്മളൊരു മാർജിനലാണ്, അവരൊരു മാർജിനലാണ്. അങ്ങനെ ഒരുപാട് സമയം എടുത്തു നമുക്കൊന്ന് കളക്റ്റീവായിട്ട് പറയാൻ വേണ്ടി. ഏകദേശം ഒരു നൂറ്റാണ്ട്. അതായത് നിനക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടും കുറേ നൂറ്റാണ്ട്, ഒരു ഏകദേശം 1886 മുതൽ 2019 ഏകദേശം കുറച്ച് സ്ട്രഗിൾ ഉണ്ടെന്ന് കൂട്ടിക്കും. ആ ഏരിയയിൽ എല്ലാ ആൾക്കാരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അവകാശത്തിന് വേണ്ടിയിട്ടേ. അപ്പം നിങ്ങൾക്കൊന്നും ഇത് അറിയില്ലായിരിക്കും, കാരണം നിങ്ങളുടെ അപ്പൂപ്പനൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. പക്ഷെ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ സ്വന്തം രാജ്യത്തിനോട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഒരു വ്യത്യാസം അതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വില നന്നായിട്ട് അറിയാം, നിങ്ങൾക്ക് അറിയത്തില്ലേ. അപ്പം പിന്നെ എന്താന്ന് വെച്ചാൽ അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ക്രിമിനൽ ആക്ടുകൾ വളരെ സട്ടിലായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് പറയുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ മറ്റൊരു കുട്ടിയെയോ വലിയ ആളെയോ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവര് സർജറി ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്രിമിനൽ ഒഫൻസ് ആണ്, 10 കൊല്ലം തടവ് കിട്ടുമെന്നൊക്കെ പറയാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഈ അതുകൊണ്ടുണ്ടാകുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡ് കിട്ടിയല്ലോ. നിന്റെയൊക്കെ വീട്ടില് ഇനി ഉണ്ടാകുന്ന കുറച്ച് പിള്ളേരുണ്ടാകും. അപ്പം എൻ്റെ അപ്പനും അമ്മയൊക്കെ ഹെറ്ററോസെക്ഷൽ ആയിരുന്നു കേട്ടോ. എൻ്റെ അനിയനും ഹെറ്ററോസെക്ഷൽ ആണ്, ഇവരെല്ലാം ഹെറ്ററോസെക്ഷൽ ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആൾക്കാരുടെ എല്ലാം സാധ്യതയുള്ള ഹെറ്ററോസെക്ഷൽ. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാകുന്നത്. നമുക്ക് പരമ്പരാഗതമായിട്ട് അപ്പൻ ട്രാൻസ്ജെൻഡർ അമ്മ ട്രാൻസ്ജെൻഡർ അങ്ങനെ ഉണ്ടാകുന്നതല്ല. ഇത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പം ഈ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾ, നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾ ഈ പറയുന്ന പോലെ ട്രാൻസ്ജെൻഡർ സ്വഭാവമായിട്ട് വരികയാണെങ്കിൽ, ഇത്തിരി ഫെമിനൈസേഷൻ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, നിന്റെയൊക്കെ മദ്രസയിലും നിന്റെയൊക്കെ അവിടെ ഇവിടെയും സംഘപരിവാർ ആലയങ്ങളിലും ഒക്കെ പിള്ളേരെ കയറി പ്ലക്കുന്നില്ലേ, നിന്റെയൊക്കെ ഭാഷ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ പോക്സോ ആക്ട് പ്രകാരം നീയൊക്കെ ലൈംഗിക ചൂഷണം ചെയ്യത്തില്ലേ. ഞാൻ പറഞ്ഞ ട്രാൻസ്ഫോമേഴ്സിന്റെ കാര്യം കേട്ടോ. അപ്പൊ ആണേതാ പെണ്ണേതാ എന്നൊക്കെ നിന്റെയൊക്കെ സഭയിലെയും നിന്റെയൊക്കെ സമുദായത്തിലെയും നിന്റെയൊക്കെ മദ്രസയിലും ഒക്കെ ഉസ്താദന്മാര് കയറി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാകും. കാരണം അവർക്ക് കമ്മൗട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അവർക്ക് കമ്മൗട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് അവരുടെ ഐഡന്റിറ്റി, ഇപ്പോൾ ഒരു ട്രാൻസ് വുമൺ അവരുടെ ഐഡന്റിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ട്രാൻസ് വുമൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ അവരുടെ ദേഹത്ത് തൊടുവോ? അതൊരു പ്രൊട്ടക്ഷൻ ആയിരുന്നു. അവരുടെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു. പക്ഷെ ആ പ്രൊട്ടക്ഷൻ, ആ സെൽഫ് ഡിക്ലറേഷൻ എടുത്ത് കളഞ്ഞ പിന്നെ ഇനിയിപ്പം നിന്റെയൊക്കെ വീട്ടിൽ ജനിക്കാൻ പോകുന്ന പിള്ളേരില്ലേ, അപ്പൊ ആ പിള്ളേർക്ക് ആർക്കെങ്കിലും ഒരു ട്രാൻസ് മനസ്സുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോൺ ബൈനറി ജെൻഡർ ക്യൂർ മനസ്ഥിതി ഉണ്ടെങ്കിൽ, അതൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടൊക്കെ എല്ലാവരും ഇല്ലേ, അതൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കമ്മോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചൂഷണത്തിനിരയാകും. ചൂഷണത്തിനിരയാകുമ്പോൾ പറയാൻ പറ്റില്ല. കാരണം ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞൊരു സപ്പോർട്ടിന് പോകാൻ ഇവരുടെ കയ്യിൽ ഒരു പിയർ ഗ്രൂപ്പ് ഇല്ല,
ഒരു സൊസൈറ്റി ഇവരെ സഹായിക്കില്ല. അവരത് ഏറ്റുവാങ്ങി എന്നിട്ട് ഏതെങ്കിലും ഒരു ട്രാൻസ് മൈൻഡ് ഉള്ള ഒരാൾ, ഏതെങ്കിലും ഒരു ജെൻഡർ ക്യൂർ ആയിട്ടുള്ള ആള്, ഇത് സർജറിയോ ഇന്റർസെക്സോ അല്ല കേട്ടോ, ട്രാൻസ് മൈൻഡ് എന്നുള്ള കാര്യം പറഞ്ഞേ, എന്നിട്ട് അവരൊക്കെ നിങ്ങളുടെ മോളെയോ നിങ്ങളുടെ പെങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കൊച്ചുമക്കളെയോ ഒക്കെ കല്യാണം കഴിച്ച് ദുരിതപൂർണമായ ഒരു ജീവിതമൊക്കെ നയിച്ച്, ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഒരു ട്രാൻസ്മൻ ആയിരിക്കും, പെൺകുട്ടിയായിരിക്കും, പക്ഷെ അതൊരു ട്രാൻസ്മൻ ആയിട്ടുള്ള ആളായിരിക്കും, ചിലപ്പോൾ ആൺകുട്ടി ആയിരിക്കും, ട്രാൻസ് വുമൺ ആയിരിക്കും. എന്നിട്ട് നിന്റെയൊക്കെ ജീവിതവും കുടുംബവും ഒക്കെ നശിച്ച് നാറാണക്കല്ലെടുത്ത് ഏതെങ്കിലും ഒരു പെണ്ണിന്റെയോ ആരോ ആണിന്റെയോ ജീവിതം തകർന്ന് തായവാടി നീയൊക്കെ നിന്റെ ആ മറ്റേ ഇതില്ലേ സദാചാരവാദം കൊണ്ട് മുടക്കിക്കൊണ്ട് പോകും. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അവർ ട്രാൻസ്മെനോ ജെൻഡറോ അല്ലെങ്കിൽ ട്രാൻസ്മെനോ ആണെന്ന്. കാരണം അവർക്ക് അവരുടെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. നീയൊക്കെ അത് നശിപ്പിച്ചു. എന്നിട്ട് നീയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അടിപൊളി. അപ്പം ഞങ്ങൾ സമരം ചെയ്തത് ഈ സെൽഫ് ഡിക്ലറേഷൻ എന്നുള്ള ബേസിക് റൈറ്റ് എടുത്തു മാറ്റിയതിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനലൈസ്ഡ് ആക്ടിനും ഇനി വരാൻ പോകുന്ന ഞങ്ങളുടെ പിള്ളേരല്ല നിന്റെയൊക്കെ പിള്ളേർക്ക് വരാൻ പോകുന്ന സമയത്ത് സുരക്ഷിതത്വം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അവിടെ ആ സമരം ചെയ്തത്. അല്ല ഞങ്ങളുടെ തലേന്ന് ഒന്നും പോകാൻ പോകുന്നില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ ഞങ്ങൾക്ക് അസുരക്ഷിതമായിട്ടുള്ള ഞങ്ങളുടെ കുറെ പ്രൊട്ടക്ഷൻ ആക്ട്, കഴിഞ്ഞ പ്രൊട്ടക്ഷൻ ആക്ടിലുള്ള റിസർവേഷൻ, പഠനം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, തൊഴില്, പാർപ്പിടം, അങ്ങനെ കുറെ സാധനങ്ങളുടെ വകുപ്പുകൾ അതിനകത്ത് എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പം അത് ഞങ്ങളുടെ അവകാശങ്ങളായിട്ട് ഞങ്ങൾ ചോദിക്കുന്ന കാര്യമാണ്. അത് നിങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്തത്. അല്ലാതെ ഫേക്ക് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ആണെന്ന് വിചാരിക്കരുത്. ഇപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന ആ പർദ്ദയിട്ട ആ സാധനം ഉണ്ടല്ലോ, അതിന് ഞങ്ങൾക്കും ഇഷ്ടമല്ല കേട്ടോ, എനിക്കും ബേസിക്കലി വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ല. പക്ഷെ അതിന് പോലും ഐഡന്റിറ്റി കാർഡ് കിട്ടും എന്നുള്ളതാണ് ഇതിനകത്തുള്ള രസം. പക്ഷെ അനുഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ മക്കളാണ്. നിങ്ങളുടെ മക്കൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് പോലും നിങ്ങളുടെ മക്കളെ അതിനെ സഹായിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് 10 കൊല്ലം തടവ് കിട്ടും. അതാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് അതിമനോഹരമായ ഒരേ ഒരു നല്ല കാര്യം. ഇനി ഞാനൊരു കാര്യം പറയാവേ. ഇപ്പം ഞങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് നടത്തിയ സമയത്ത് മെയിൻ സ്ട്രീം മീഡിയയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. ഞങ്ങളുടെ ഈ നിയമനിഷേധത്തെ പറ്റി, ജനാധിപത്യ അവകാശ നിഷേധത്തെ പറ്റി അങ്ങനെ വലിയ സമരം കണ്ടില്ല. കുറച്ച് പുരോഗമന പ്രസ്ഥാനങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തുള്ളൂ. സ്റ്റാറ്റസ് ഇട്ടുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. മെയിൻ സ്ട്രീം മീഡിയസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ പറയാണ്. എടോ, ഈ ക്യൂർ മനുഷ്യരില്ലേ, ഈ ക്യൂർ മനുഷ്യർ LGBTIQ എന്നൊക്കെ പറഞ്ഞ മഴവില്ലെന്നൊക്കെ പറഞ്ഞത്, ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് തന്നെ NRC CIA എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കൊണ കുത്തിക്കൊണ്ട് ഇവിടുത്തുള്ള മുസ്ലിങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സമയത്തും ഞങ്ങൾ പൊക്കിയായിരുന്നു പ്ലക്കാർഡ് പ്രൈഡിന്. നിന്നെയൊക്കെ ഓരോ ആൾക്കാർ ബീഫ് മേടിച്ച് തിന്നു, അത് മേടിച്ചു തിന്നു, ഇത് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ വെട്ടിക്കൂട്ടിയപ്പോഴും ഞങ്ങൾ പൊക്കിയായിരുന്നു പ്ലക്കാർഡ്, ഡോണ്ട് ഡു ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട്. നിന്റെയൊക്കെ ഏതോ ഒരു കൊച്ചിനെ ഏതോ ഒരു സ്കൂളിൽ കയറ്റിയിട്ട് പർദ്ദ ഇടണം, ഹിജാബ് ഇടണം എന്ന് പറഞ്ഞാൽ നീയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും ക്യൂർ മനുഷ്യർ സംസാരിച്ചിരുന്നു വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ട്. മനസ്സിലായോ? ക്യൂർ മനുഷ്യർ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ആ ക്യൂർ മനുഷ്യരെ നിങ്ങൾ അളക്കുന്നത് നിങ്ങളുടെ മതത്തിന്റെ അളവ് പോലാണെങ്കിൽ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അളവ് പോലാണെങ്കിൽ, എനിക്ക് വ്യക്തിപരമായിട്ട് പറയുവാണെങ്കിൽ BJPയോട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല ഇപ്പൊ വന്ന് നോക്കുകയാണെങ്കിൽ. കാരണം BJP ഒരു ലോ ഉണ്ടാക്കി, ആ ലോയെ നേരിടാൻ ഞങ്ങൾക്കറിയാം. ആ ലോ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു ലോ ആണ്. ആ ബില്ല് പാസ്സാക്കിയാൽ അതൊരു ലോ ആയിട്ട് വന്നാൽ അത് സുപ്രീം കോടതി ഫയൽ ചെയ്യുവാണെങ്കിൽ അത് അമെൻഡ് ചെയ്യും. ഇത് ഓൾറെഡി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യം വന്ന ലോ അമെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് 2019 നല്ല ആക്ട് കിട്ടിയത്. ആ ആക്ടിനെ അമെൻഡ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ പിന്നെ കേസിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് പുതിയ ആക്ട് വരും. ഇറ്റ്സ് ഹാപ്പൻ. പക്ഷെ ഈ ഒരു വൃത്തികെട്ട സമയത്ത് നീയൊക്കെ കാണിച്ച കാട്ടായ ഞങ്ങളുടെ മനസ്സിൽ നല്ല രീതിക്ക് ഓർത്തിരിക്കും. നീ എന്നൊക്കെ പറയുവാണെങ്കിൽ ഇതിനെ തളം പിടിച്ചിട്ടുള്ള ഞങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെയുള്ള ക്യൂർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ട്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെയുള്ള ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ട്രാൻസ്മെൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല ബേസിക്കലി. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം ഈ ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി എൻ്റെ ലൈഫിൽ ഞാനൊരു കാര്യം പറയുകയാണ്, മൈലുകളെ, ലൈഫിൽ ഞാനൊരു കാര്യം പറയുകയാണ്. നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള ഒരേ ഒരു നല്ല കാര്യം ഇതല്ല. ഇതെനിക്ക് പറയാൻ ഇഷ്ടമല്ല, ഞാനിതിനെ സാധൂകരിക്കുന്നില്ല. എന്നാലും നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP സർക്കാർ ആയിട്ടുള്ള ഏറ്റവും വലിയ നല്ല കാര്യം ഈ ട്രാൻസ് ബില്ല് കൊണ്ടുവന്നത് മാത്രമല്ല, നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന
ആ ഒരു ഗവൺമെന്റ് ചെയ്തിട്ടുള്ള നല്ല കാര്യം ഗുജറാത്ത് വംശഹത്യയാണ്. അത് വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു സാധനമായിരുന്നു. ബാബറി മസ്ജിദ് തകർത്തതാണ്, അതും വളരെ ആവശ്യകരമായിട്ടുള്ള കാര്യമായിരുന്നു. ഈ NRC അതുപോലെ പൗരത്വ ഭേദഗതി ബില്ല് എന്നിവയൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള നിയമങ്ങളാണ്. അതൊക്കെ കൃത്യമായിട്ട് വരണം. യൂണിഫോം സിവിൽ കോഡ് മസ്റ്റായിട്ട് വരണം. കാരണം അത് വളരെ സുന്ദരമായിട്ടുള്ളൊരു നിയമമാണ്. എല്ലാവർക്കും നല്ല ഒരേ നിയമത്തിൽ എല്ലാവരും പോകണം എന്നുള്ള കാര്യം വളരെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മുസ്ലിം സ്ത്രീകൾക്കുള്ള സ്വത്തവകാശം, മുത്തലാഖ് നിരോധനം, പിന്നെ പശുവിനൊന്നും നമ്മൾ കൊന്നു കഴിക്കാൻ പാടില്ലല്ലോ. എന്തിനാ അങ്ങനെ? അതൊക്കെ നമ്മുടെ ദൈവമായിട്ട് നമ്മൾ കരുതുന്ന ഒരു വിഭാഗം ആൾക്കാർ ദൈവമായിട്ട് കരുതുന്ന സാധനമല്ല ഈ പശുവൊക്കെ. അപ്പം പശുവിനെയും പോത്തിനെയൊക്കെ വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾക്കകത്ത് ഒരു നല്ല കാര്യം, പിന്നെ കർഷകരുടെ ആ ഒരു ഇത് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്ത കാര്യം, റീസെന്റ് വന്നിട്ടുള്ള ഗ്യാസിന്റെ ഹൈക്ക്, പെട്രോളിന്റെ വില കൂട്ടി നമ്മുടെ GDP ഒക്കെ ഉയർത്തിയത്, ബ്രില്യൻ നിയമങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലൊരു ബ്രില്യൻ നിയമമാണ് ഈ ട്രാൻസ് ബില്ല്. അതൊക്കെ എന്ത് രസമുള്ള ഇതാണ്. അപ്പോൾ ഒരു കാര്യമല്ല നരേന്ദ്രമോദി സർക്കാർ ഇതൊക്കെ നല്ല കാര്യം, ഇതെല്ലാം നല്ല കാര്യമാണ്. I do support Narendra Modi government for this. മനസ്സിലായോ? ദാറ്റ്സ് എ തിങ്. നിങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എൻ്റെ കൈ കൊണ്ട് കോളനി ഇസ്ലാമോഫോബിക്. കാരണം എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സങ്കടം, ആസ് എ ക്യൂർ പേഴ്സൺ ഐ ഓൾവേസ് സ്റ്റൂഡ് വിത്ത് ഇസ്ലാം പീപ്പിൾ. ഒരു ക്യൂർ പേഴ്സൺ എന്നുള്ള നിലയിൽ ഞാൻ ഇക്കാലവും ഇസ്ലാം മനുഷ്യരുടെ കൂടെയായിരുന്നു. ഇസ്ലാം മനുഷ്യരുടെ സ്ത്രീകളുടെ അവകാശങ്ങളുടെ കൂടെയായിരുന്നു. ഈ പലസ്തീൻ വാർ നടക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിലുള്ള അക്കാഡമിക്കിൽ ഞാൻ തമ്മിലുള്ള ഒരു വലിയ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ചാൽ, പലസ്തീൻ സ്വതന്ത്രമാകുമ്പോൾ അവിടെ ക്യൂർ മനുഷ്യരെ അവരവിടെ നിർത്തുമെന്നുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ പ്ലക്കാർഡ് പൊക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഒരിക്കലും ആ ഒരു കോഎക്സിസ്റ്റൻസ് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഈ റിലീജിയനിൽ നിന്ന്. നിങ്ങളിപ്പോൾ പറയും നിങ്ങൾ നല്ല മനുഷ്യരുണ്ടെന്ന് പറയും. നിങ്ങൾ നല്ല മനുഷ്യരുണ്ടെങ്കിൽ അവർ ഇസ്ലാം അല്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. ഇസ്ലാമിൽ നല്ല മനുഷ്യരുണ്ടെങ്കിൽ അവർ ഇസ്ലാം ആയിരിക്കില്ല. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇസ്ലാമിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, മുസ്ലിങ്ങളിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരെ ഞാൻ മുസ്ലിമായിട്ട് കരുതുന്നില്ല, അല്ല ഇസ്ലാമായിട്ട് കരുതുന്നില്ല. അവരെ കുറച്ചുകൂടെ ബോധം വന്ന മനുഷ്യരായിട്ട് ഞാൻ കരുതത്തുള്ളൂ. യു പീപ്പിൾ ഓരോ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോഴും, ഓരോ ഇൻസൾട്ട് എടുത്ത് നോക്കുമ്പോഴും, നിങ്ങൾ പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന അജണ്ടയില്ലേ, നിങ്ങൾ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന അജണ്ടയില്ലേ, അത് ഞങ്ങൾ കണ്ടുപിടിച്ചു. അതിലും ഭേദമാണോ സംഘികൾ? അതായത് ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ക്യൂർ കമ്മ്യൂണിറ്റിയോടും നിങ്ങൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയോടും ചെയ്യുന്ന കാര്യം, നിങ്ങൾക്ക് വേണ്ടി ബാനർ പൊക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജീവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വേണ്ടി കത്തെഴുതി കൊടുക്കുന്ന ആൾക്കാരുണ്ട് ക്യൂർ കമ്മ്യൂണിറ്റിയിൽ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു സ്നേഹം ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ ഐ സപ്പോർട്ട് BJP ഗവൺമെന്റ് ഫോർ എലിമിനേറ്റിംഗ് മുസ്ലിം കമ്മ്യൂണിറ്റി. മേ ബി ഞാനൊരു ദളിത് കമ്മ്യൂണിറ്റി പെട്ട ആളാണ്, അംബേദ്കറേറ്റ് കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള ആളാണ്, അംബേദ്കറിസ്റ്റ് ആണ് ഞാൻ. പക്ഷെ എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുകയാണ്. അത് എൻ്റെ ഭയങ്കര വേദനയുടെ പുറത്ത് ഞാൻ പറയുകയാണത്. എനിക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കാനായിട്ട് നാക്കുണ്ട്, കൈയുണ്ട്. ഐ എം നോട്ട് അഫ്രൈഡ് ടു ഫൈറ്റ് വിത്ത് ഹിന്ദുത്വ പൊളിറ്റിക്സ് ഓർ ബ്രാഹ്മണിക് പൊളിറ്റിക്സ് ഓർ BJP പൊളിറ്റിക്സ്. ഐ ഹാവ് വോയിസ്. ഐ ആം ഇൻസൈഡർ ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി, അറ്റ്ലീസ്റ്റ് ഇൻ ദ പേപ്പർ വർക്ക്. എനിക്ക് അവരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഐ ആം അഫ്രൈഡ് അബൌട്ട് യു പീപ്പിൾ. ബിക്കോസ് നിങ്ങൾ സംസാരിക്കുന്നത് ഹിന്ദുത്വ പൊളിറ്റിക്സ് ഉള്ള ആൾക്കാർ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കും. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പെട്ട ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടാകുവാണെങ്കിൽ കൊന്നു കളയുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള ഏക കമ്മ്യൂണിറ്റി നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ്. യുവർ കമ്മ്യൂണിറ്റി ഓർ യുവർ റിലീജിയൻ ഈസ് നോട്ട് അക്സെപ്റ്റിംഗ് us എന്നുണ്ടെങ്കിൽ we don't accept your community. Why should we accept your community? And it's identity politics. ഞാൻ നിൽക്കുന്നത് എൻ്റെ ജെൻഡർ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ your religion is nothing but fuck, because it's also a religious identity. നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ ഐഡന്റിറ്റിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. That is also an identity. സോ ഞങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾക്ക് ഒരു മിസ്മാച്ച് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഐ ഫീൽ യുവർ ഐഡന്റിറ്റി ആസ് എ മിസ്മാച്ച്. ആൻഡ് ബാക്കിയുള്ളത് പൊളിറ്റിക്കൽ കാര്യം. BJP ഗവൺമെന്റ് അവർ ഒരുപാട് നേരത്തെ ഒരുപാട് ആൾക്കാരോട് കാണിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ അവർക്ക് പ്രതിഷേധം ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഗവൺമെന്റ് ഈസ് ലൈക്ക് ദിസ്. വി നോ ദാറ്റ് ഹൗ ദാറ്റ് ഷിറ്റ് ഷുഡ് ബി വർക്ക് ഔട്ട്. ബട്ട് യുവർ മൈൻഡ് സെറ്റ് majority your mindset is very problematic. And of course, from today onwards, as a person who is working in socio-political inquiries and all the things,
don't invite me anything to say about the human rights or basic right of Muslim community who are affecting by this government and system. I will not fight for NRC, I will not fight for uniform civil code, except this Muslim community. I will stand for this Adivasi and tribal people or scheduled caste people and women also. Even I support Muslim women, but I will not support Muslim child and um, Muslim men. I just hate them. You know, I just hate them, really. Really, I hate Muslim men. Really, I hate Hindutva politics. Really, I hate heteronormative cis people. Really, I do hate the trans queer community who are supporting these politics. So get away from me. I don't have any regret about what I said. And also, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്ന നിന്റെ ഒക്കെ തലമുറക്കാണ്. There is nobody to support your kids there. And of course, ഇന്ന് ഞങ്ങളുടെ ജെൻഡർ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്ന ഗവൺമെന്റ് നാളെ നിന്റെ ജെൻഡർ ഐഡന്റിറ്റിനെ ചോദ്യം ചെയ്യും, നിന്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം. അത് എപ്പോഴേ ഏത് കഴിഞ്ഞു? പൗരത്വ ഭേദഗതികളിൽ അവിടെ ഇരിപ്പുണ്ട്, യൂണിഫോം സിവിൽ കോഡ് അവിടെ ഇരിപ്പുണ്ട്. ബൈ.